ഗായ്സ്, അപ്പോൾ നമുക്കൊരു കുട്ടി വ്ളോഗ് ആയാലോ. അപ്പോൾ രാവിലെ ഒരു 7:30 ആണെന്ന് തോന്നുന്നു. 7:21 ആയിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്ക്. ഒരു സുന്ദരേട്ടന് പോകേണ്ട ടൈം ആയായിരുന്നു. സുന്ദരേട്ടൻ ഇന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഈ ലേഹ്യം വെറും വയറ്റിൽ കഴിക്കാനുള്ളത്, അതായത് ചായ ഒന്നും കഴിക്കാതെ ഇതാണ് ആദ്യം കഴിക്കാനുള്ളത്. ഇത് കഴിക്കുന്നത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ എനിക്ക് കോട്ട് വരുന്നു, ഉറക്കം വരുന്നുണ്ട്. ഇതിനെന്തോ മധുരമാണോ പുളിയാണോ കയ്പ്പാണോ ഏതെങ്കിലും ഒരു ടേസ്റ്റ് ആയിരുന്നെങ്കിൽ പിന്നെയും പറയാമായിരുന്നു. എന്തോ ഒരു വൃത്തിയായിട്ട ടേസ്റ്റാണ്. പക്ഷേ കഴിച്ചാലേ പറ്റില്ലെങ്കിൽ സുന്ദരേട്ടൻ എന്നെ തല്ലിക്കൊല്ലും. അത് കഴിഞ്ഞ് ഞാൻ പല്ല് കേൾക്കാനുള്ള പരിപാടിയിൽ ഇതെൻ്റെ പുതിയ പേസ്റ്റാണ്. എൻ്റെ പല്ലിന് കുറച്ച് പോടും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ നല്ലൊരു പേസ്റ്റ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു തന്നത് ഈ പേസ്റ്റ് എനിക്കൊന്ന് വില നല്ല കുറവാണ്. 50 ഗ്രാമിന് 98 രൂപ അത്രയേ ഉള്ളൂ. എനിക്ക് ഉപയോഗിച്ചിട്ട് നല്ല പേസ്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് രാവിലെ മുറ്റം തൂക്കമുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, തളിരിലകളുണ്ടല്ലോ, ഈ മാവിൻ്റെയും റബ്ബറിൻ്റെയൊക്കെ തളിരിലകൾ എല്ലാം കൂടെ പൊഴിഞ്ഞു കൊണ്ടിട്ട് മുറ്റം എല്ലാം കൂടെ ഇട്ടാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലേ? അമ്മാതിരി. ഞാൻ അത് അതിൻ്റെ ഇടയ്ക്കൂടെ എന്തോ മാവിനെ എന്തോ പള്ളു വിളിക്കുമെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മമ്മ റാഗി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് റാഗി കുടിക്കാൻ പണ്ടൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ ഇഷ്ടം കേട്ടോ. ഈ റാഗി വെച്ച് ഇടയ്ക്ക് വെച്ച് ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ചു. അപ്പോൾ അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ റാഗിയും കാപ്പൊടിയും കൂടെ ഇത്രയും ദിവസം കാച്ചിക്കൊണ്ടിരുന്ന, കാപ്പൊടി തീർന്നതുകൊണ്ട് ഇപ്പോൾ റാഗി ഒറ്റയ്ക്കാണ് കഴിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ റാഗി കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് വായിക്ക് പിടിച്ച് ഇപ്പം എനിക്ക് റാഗി കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ രാവിലെ അമ്മ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാല് കുടിക്കാനുള്ള പരിപാടിയില്ല. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർലിക്സ് അലിയാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞിട്ട് ചൂടോടെ ഒഴിച്ചില്ലെങ്കിൽ അത് കട്ടയായി പോകത്തില്ലേ. എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ അത് പിന്നെ എടുത്ത് കുടിക്കത്തുള്ളൂ. അമ്മൂമ്മ അതിനെന്നെ എപ്പോഴും കിടന്നു വഴക്കുറച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാൻ ദോശയായിരുന്നു. സുഞ്ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കും അമ്മൂമ്മയ്ക്കും വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മാവെടുത്ത് അമ്മൂമ്മയ്ക്കും എനിക്കും വേണ്ടി മാത്രം ഉണ്ടാക്കി. ഹലോ, അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ വസ്തുവിലോട്ട് വന്നിട്ട് കുറേ നാളായി ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ചുള്ളിയൊക്കെ കിടക്കണം, നമ്മളെ വിറവൊക്കെ തീർന്നു. ചുള്ളിയൊക്കെ പറക്കാമെന്ന് പറഞ്ഞു. ലിയക്കുട്ടി ഇതാ ലിയ ഇന്ന് ബെൽറ്റ് ഇട്ടുണ്ടെന്ന്, കാരണം അപ്പുറത്തൊക്കെ കുറേ പട്ടികൾ ഓടുന്നു. വേണമെങ്കിൽ ഇവൾ കൂടെ അങ്ങ് പോയി കളയാം. അതുകൊണ്ട് നമ്മൾ ബെൽറ്റ് ഇട്ട് പിടിച്ച് അമ്മമ്മ അങ്ങ് താഴോട്ട് പോകുന്നുണ്ട് വിറക് പറക്കാൻ. നമ്മൾ അവിടെ വിറക് തീർന്നു. അപ്പോൾ നമ്മൾ വെച്ച് ഇവിടെ വന്ന് വിറക് കൊണ്ടുപോകാമെന്ന്. അതുപോലെ കുറേ നാളായി വസ്തുവിലോട്ട് വന്നിട്ട്. അതാ വന്ന് കാടൊക്കെ കയറുന്നു. അതുകൊണ്ട് കണ്ടോ അമ്മൂമ്മ താഴോട്ട് പോയാൽ കുറേ വിറകുണ്ട്. പക്ഷേ പോയില്ല. ഇച്ചിരി വിറക് അമ്മ അവിടെ പറക്കി വെച്ചേക്കുന്നു. ഇച്ചിരിയൊക്കെ ഉള്ളൂ. ലിയയ്ക്ക് ഇന്ന് കെട്ടിയിട്ടുകൊണ്ട് ലിയയ്ക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ലിയയുടെ പുറകെ ഓരോ വണ്ടി വരുമ്പോൾ ഞാൻ പോകേണ്ടി വരുന്നുണ്ട്. റോഡ് സൈഡിലാണ്. അപ്പം നമ്മൾ വീട്ടിലേ നടന്നു വരുമ്പോൾ ഈ ലിയ ആണെങ്കിൽ വല്ല പട്ടിയുടെ പൂച്ചയുടെ കൂടെ പോയാലോ വണ്ടി വരുമ്പോഴേ ഞാൻ കൂടെ കണ്ടല്ലോ ബെൽറ്റ് കൊള്ളി അവള്. അമ്മ ചുള്ളി നോക്കി പോവുക. അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിൽ പോവുകയാണ്. അമ്മമ്മയ്ക്ക് ഇത്രയും വിറവ് കിട്ടി. ചുമ്മാ അവിടെ ഇരുന്നായിരുന്നെങ്കിൽ നമുക്ക് വിറവ് കിട്ടുമായിരുന്നോ? വലിയ അമ്മമ്മ കാട്ടിൽ കൂടെ ഇറങ്ങി, നമുക്ക് റോഡ് ഒരു വഴിയെ കൂടെ ഇറങ്ങാം. മമ്പട്ടിയാ കാട് കിട്ടാനോ? നമ്മൾ ബൈ വസ്തു നമ്മൾ പോകുന്നു പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും വിറവ് കിട്ടിയാ നമ്മൾ തിരിച്ചു വീട്ടിൽ പോവാ. ഇതോ ആ വീട് കണ്ടോ, ആ വീടിൻ്റെ അപ്പുറത്താണ് നമ്മുടെ വീട്. അവിടെ നിന്ന് ഇച്ചിരി ഉള്ളു ഈ വസ്തുവിലോട്ട്. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. ലിയക്കുട്ടി ബെൽറ്റ് ഇട്ടുകൊണ്ട് ലിയക്കുട്ടിക്ക് ഇങ്ങനെ വിലച്ച് നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് ലിയയുടെ മുഖത്തുണ്ട്. എന്തൊരു അനുസരണയായിട്ട് റോഡേ നടക്കുന്നത്. ഇല്ലെങ്കിൽ ഈ അവിടെയും പോയി നിൽക്കും. അതല്ല ഇതോ അവൾ വന്ന ഉടനെ ഇതാ അവൾ ഇച്ചിരി അപ്പുറത്ത് വരെ നടന്നതിൻ്റെ ക്ഷീണം എന്താ ആ ബെൽറ്റോടെ വന്ന് വെള്ളത്തിൽ ചാടി. അത്രയ്ക്കുണ്ട്. വലിയ ഭയങ്കര ഇതിയാ ഓടി വന്ന് ഇച്ചിരി നടന്നേന്. അതാ അത്ര ക്ഷീണമായിപ്പോയി. ഇച്ചിരി നടന്നേനെ ഒന്ന് കാണിക്കുന്ന വേല നോക്ക്.
ലിയക്ക് ഏറ്റവും ഇഷ്ടം ഈ ഇതിനകത്ത് നമുക്ക് വെള്ളം വരാൻ നേരത്ത് ഇതിനകത്ത് ഒരു 100 വട്ടം വെള്ളം പിടിച്ചു നോക്കും ദിവസം. അവള് കൊണ്ടുവന്ന് ദേഹം മൊത്തം അതിനകത്തിട്ട് വെള്ളം നശിപ്പിക്കും. ഇവിടെ എല്ലാ ദിവസവും നടക്കുന്ന പരിപാടിയാണ്. ലിയ അടി വേണോ? ലിയ അടി വേണോ? ഇങ്ങോട്ട് നോക്ക്. അടി വേണോ? ഞാൻ വല്ലതും പറയുന്നില്ല. അവക്കെന്നെ ഒരു പേടിയില്ല. മുട്ടായി വേണോ? ചിക്കൻ വേണോ? അമ്മൂമ്മ ഇവിടെ താക്കോലെടുത്ത് നോക്ക്. ഞാൻ പോവാട്ടാ. ടാറ്റാ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അമ്മൂമ്മയും കൂടെ കഴിക്കാനുള്ള പരിപാടിയില്ല. എനിക്ക് തോന്നുന്നു 2 മണി എങ്ങാണ്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനും അമ്മൂമ്മയും കൂടെ, അമ്മൂമ്മ എന്നെക്കാട്ടി മുന്നേ കഴിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ പോയിട്ട് വന്നിട്ട് കുറച്ച് നേരം കിടന്ന് എന്നാലും കഴിച്ച് എഴുന്നേറ്റില്ല. അങ്ങനെ ഞാനും അമ്മൂമ്മയും കൂടെ കഴിച്ച് അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കൊരു മഴക്കുള്ളൂ. ചേട്ടൻ്റെ തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം പറക്കി ഉണങ്ങാത്ത തുണികളെല്ലാം എന്തോ ആശയിലോട്ടിടുക. കുറച്ച് ഉണങ്ങാത്ത, അല്ലെങ്കിൽ സ്മെല്ലാവത്തില്ലേ. അത് കഴിഞ്ഞ് വേറെ ഈ സൈഡിലും കിടപ്പുണ്ടായിരുന്നു. ഉണങ്ങാത്ത ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് ഉണങ്ങിയത് പറക്കി അകത്തോട്ട് കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാനുള്ള പ്ലാൻ. ഈ കുപ്പിയിലാണ് ഞാൻ ഇപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത്. എന്നാലേ എല്ലായിടത്തും എത്തത്തുള്ളൂ. അതിൻ്റെ ഇലകൾക്കൊക്കെ അല്ലേ വെള്ളം വേണ്ട ഈ ചെടിക്ക്. പുറത്ത് മഴ ആയതുകൊണ്ട് നമ്മൾ പുറത്ത് ചെടിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ ഒന്ന് ചെറുതായിട്ട് അവിടെ നിൽക്കുന്ന വള്ളിച്ചെടി പോലെ ആ മതിലിന് താഴോട്ട് കിടക്കുന്നില്ലേ, അത് ഞാൻ ഇപ്പോൾ ഒരു 3-4 ദിവസമായതേ ഉള്ളൂ നട്ടിട്ട്. എൻ്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെടികൾ അവിടെ നിന്ന് താഴോട്ട് വളർന്നിങ്ങനെ മതിൽ കാണാത്ത രീതിയിൽ ഇങ്ങനെ താഴോട്ട് വളർന്നിറങ്ങണം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടി നട്ടതാണ്. പിന്നെ ഈ ചെടിക്ക് നമ്മൾ മുമ്പേ വെള്ളം ഒഴിച്ചു. ഈ ചെടി വെള്ളം ഒഴിക്കാതിരുന്ന് കുറച്ചൊക്കെ കരിഞ്ഞു പോയി. നിറച്ചും ഇങ്ങനെ അടിപൊളിയായിട്ട് കിടന്നുണ്ട്. ഇപ്പുറത്തും ഉണ്ട്. ഇതിൽ പിന്നെ കുറച്ചും കൂടെ ഉണ്ട്. ഇതിലും വെള്ളം ഒഴിക്കാതിരുന്നപ്പോഴത്തേക്ക് കരിഞ്ഞ് നമ്മളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇതിന് മഴ പെയ്യുന്ന വെള്ളം കിട്ടാത്തതുകൊണ്ട് ഇതിന് ഞാൻ ഒഴിച്ചു. അധികം ഒഴിച്ചപ്പോഴത്തേക്കാ മഴ പെയ്ത. പിന്നെ ഞാൻ ഇതിനൊന്നും ഒഴിക്കാൻ നിന്നില്ല. ഇപ്പം നോക്കൂ, 5:30 ആയതേ ഉള്ളൂ. ദൈവമേ, ഫോണിൽ പക്ഷെ കുറച്ചും കൂടെ വെട്ടമുള്ള കണക്ക് ഇതാ കാണിച്ചു തരാം. കണ്ടോ, 5:35 ആയതേ ഉള്ളൂ. എൻ്റെ അമ്മേ, എന്തൊരു ഇരുട്ട്. അത് കഴിഞ്ഞ് ഇന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ താമസിച്ചു. ഇന്ന് 4-5 മണിയാകുമ്പോഴത്തേക്ക് ചായ കുടിക്കുന്നത്. ഇന്ന് 5:45-6 മണി ആവാറായി. ചായയും പക്കാവടയായിരുന്നു. സിഞ്ചേട്ടൻ്റെ ഫേവറേറ്റാണ്. സിഞ്ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഗായ്സ്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. ഇന്ന് എനിക്ക് നല്ലപോലെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. എവിടേക്കോ ഞാൻ എന്തൊക്കെയോ വീഡിയോ മറന്നുപോയി. എടുക്കണം എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഉണ്ടപ്പോൾ ഞാൻ വിചാരിക്കും എടുക്കും. പക്ഷേ ഞാൻ മറന്നു. അന്നേരം എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും അയ്യോ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്ന്. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ പോയി കുളിച്ചിട്ട് വരാം. രാവിലെ കുളിച്ചില്ല, കാര്യം ഇന്ന് ഇച്ചിരി ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിയുമ്പോൾ ക്ഷീണിക്കുമല്ലോ, വൈകിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് മഴയും കൂടെ ആയതുകൊണ്ട് വൈകിട്ടെന്നുള്ളത് വീണ്ടും ലേറ്റായി. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ വേണ്ടി എടി ഒരുങ്ങി നിന്നോ, നമുക്കിന്ന് ലൈവ് ഇടാം എന്ന് പറഞ്ഞ്. അങ്ങനെ എനിക്ക് നെറ്റ് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു, നെറ്റ് റീചാർജ് ചെയ്തതിൻ്റെ അൺലിമിറ്റഡ്. അപ്പോഴേ എനിക്ക് തോന്നി എന്നാൽ ഇന്ന് ലൈവ് കാണുന്നു. അന്നേരം ശരിക്കും ഞാൻ ഒരുങ്ങി നിന്നായിരുന്നു. പിന്നെ സുഞ്ചേട്ടൻ കൂടെ പറഞ്ഞപ്പം എനിക്ക് തോന്നിയെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വെളിയിൽ നിന്ന് പറക്കൊണ്ട് വന്ന തുണികളില്ലായിരുന്നോ, മടക്കി വെക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അതുപോലെ കൊണ്ട് കട്ടിലിടും. അതുകൊണ്ട് വിചാരിച്ച് ഇച്ചിരി ഒന്ന് ഫാനിൻ്റെ കീഴിട്ട് ഒന്നും കൂടെ ഒന്ന് ഉണക്കിയിട്ടാണ് മടക്കി വെച്ചത്. ഈ ബാഗാണെങ്കിൽ ഒട്ടും ഉണങ്ങിയിട്ടില്ല. അത് എന്തോ ഒരു സ്മെല്ല് വന്നു. അതാണ് ഞാൻ മണത്ത് നോക്കി. എന്നിട്ട് ഞാൻ അവിടെ അതങ്ങ് തൂക്കിയിട്ട് ഫാനിൻ്റെ കാറ്റേ ഉള്ളൂല്ലോ. അന്നേരം ചേട്ടൻ വന്നു. നേരത്തെ വന്നല്ലേ? എന്താ നേരത്തെ വന്നേ? എന്തോ നേരത്തെ വന്നേ? ചേട്ടൻ്റെ ബാഗ് അവിടെ കഴുകിയിട്ടിട്ട് ഉണങ്ങിയില്ല. അതാ ഞാൻ അവിടെ തൂക്കിയിട്ട്. ചേട്ടാ, എനിക്ക് കപ്പലിൽ മിഠായി വെച്ചിട്ടുണ്ട്. ഈ പല്ല് വേദനയെ മിഠായി വാങ്ങിച്ച് തരത്തില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും ചേട്ടൻ തന്നെ എന്നിട്ട് മിഠായി വെച്ചിട്ടുണ്ട്. അയ്യോ, ചുമ്മാ
ചേട്ടൻ പോയി കുളിച്ചൊരുങ്ങി പോയി ലൈവൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ പോയി ലൈവൊക്കെ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി 11:30 എങ്ങാണ്ടായി. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി അന്നേരം ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കി ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിയ കിഴങ്ങേറി ഉണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയും കിഴങ്ങേറിയും കൂടെ ആയിരുന്നു. ചേട്ടൻ ഇന്ന് ചപ്പാത്തി വാങ്ങിച്ചോണ്ട് വന്നു. ശരിക്കും ചോറിനാനായിരുന്നു പ്ലാനിട്ട്. ഇത് അമ്മൂമ്മ ഉപ്പിലിട്ട് വെച്ച കേട്ടോ. മുളക്, വെറും മുളക് മാത്രം, വേറെ മാങ്ങിയൊന്നുമില്ല, മുളക് മാത്രം. അമ്മൂമ്മ എവിടെയോ കണ്ട്, അങ്ങനെ അമ്മൂമ്മ ഉപ്പിലിട്ട് വെച്ചതാണ്. പഴങ്കഞ്ഞിയിലൂടെ ഒക്കെ കഴിക്കാമല്ലോ. പഴങ്കഞ്ഞി സുഞ്ചാനും കുടിച്ചിടാം. അപ്പം അത് കഴിഞ്ഞ് ഞാനും കൂടെ കഴിക്കാനുള്ള പ്ലാനാണ്. കാര്യം നല്ല ലേറ്റായി. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറേ ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. കുറേ ഇല്ലായിരുന്നു, ചുമ്മാ പറഞ്ഞാൽ 2 ഗുളിക. കുറേ ഉണ്ടായിരുന്നു, 6 ഗുളിക എങ്ങാണ്ട് ഉണ്ടായിരുന്നു. തീർന്നു വന്നേ. 2 ഗുളിക കഴിക്കണ്ടായിരുന്നു. ഈ ഗുളിക കഴിക്കുന്ന ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് എന്തോ അണ്ണാക്കി തട്ടാൻ നേരത്തെ തിരിച്ചിങ്ങിറങ്ങി വരും. അങ്ങനെ അത് കഴിഞ്ഞ് ഗുളികയൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടക്കാൻ പോവുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.